നമസ്കാരം. PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കാം. ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻസ്: 1.28, ഓപ്ഷൻ ബി 1.18, ഓപ്ഷൻ സി 2.18, ഓപ്ഷൻ ഡി 1.38. ആൻസർ ഓപ്ഷൻ ബി 1.18. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഓപ്ഷൻസ്: മൂന്നാർ, പുനലൂർ, കുണ്ടറ, തലശ്ശേരി. ആൻസർ ഓപ്ഷൻ സി കുണ്ടറ. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ കാണുന്ന പ്രധാന ധാതുക്കൾ: ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഇവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ: ചവറ, നീണ്ടകര. കേരളത്തിൽ ബോക്സൈറ്റ് കാണപ്പെടുന്നത്: നീലേശ്വരം, കാസർഗോഡ്. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്നത്: കോഴിക്കോട്. അപ്പോൾ കേരളത്തിൽ കാണുന്ന പ്രധാന ധാതുക്കൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഇവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ: ചവറ, നീണ്ടകര. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്: കാസർഗോഡ്, നീലേശ്വരം. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്നത്: കോഴിക്കോട്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത്: മേപ്പാടി, വൈത്തിരി, നിലമ്പൂർ, മാനന്തവാടി. കേരളത്തിൽ മൈക്ക നിക്ഷേപം കാണപ്പെടുന്നത്: തിരുവനന്തപുരം. കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത്: ആലപ്പുഴ, ചേർത്തല. അപ്പോൾ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത്: മേപ്പാടി, വൈത്തിരി, നിലമ്പൂർ, മാനന്തവാടി. കേരളത്തിൽ മൈക്ക നിക്ഷേപം കാണപ്പെടുന്നത്: തിരുവനന്തപുരം. കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത്: ആലപ്പുഴ, ചേർത്തല. അടുത്ത ക്വസ്റ്റ്യൻ: മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: പെഡോളജി, മെട്രോളജി, ഡെർമറ്റോളജി, പീഡിയോളജി. ആൻസർ ഓപ്ഷൻ എ പെഡോളജി. പഠനശാഖകൾ നോക്കാം. ആൽഗ, ഫൈക്കോളജി, ഫംഗസ്, മൈക്കോളജി, വൈറസ്, വൈറോളജി, ബാക്ടീരിയ, ബാക്ടീരിയോളജി, ഉരഗങ്ങൾ, ഹെർപ്പറ്റോളജി, പാമ്പുകൾ, ഒഫിയോളജി, മത്സ്യങ്ങൾ, ഇക്തിയോളജി, പക്ഷികൾ, ഓർണിത്തോളജി. അപ്പോൾ ആൽഗ, ഫൈക്കോളജി, ഫംഗസ്, മൈക്കോളജി, വൈറസ്, വൈറോളജി, ബാക്ടീരിയ, ബാക്ടീരിയോളജി, ഉരഗങ്ങൾ, ഹെർപ്പറ്റോളജി, പാമ്പുകൾ, ഒഫിയോളജി, മത്സ്യങ്ങൾ, ഇക്തിയോളജി, പക്ഷികൾ, ഓർണിത്തോളജി. ഷഡ്പദങ്ങൾ: എൻഡമോളജി, സസ്തനികൾ, മാമോളജി, ഉറുമ്പുകൾ, മിർമിക്കോളജി, ചിലന്തികൾ, അരാക്നോളജി, ശുദ്ധജലം, ലിംനോളജി, തടാകം, ലിംനോളജി, നായ, സൈനോളജി, കുതിര, ഹിപ്പോളജി. അപ്പോൾ ഷഡ്പദങ്ങൾ: എൻഡമോളജി, സസ്തനികൾ, മാമോളജി, ഉറുമ്പുകൾ, മിർമിക്കോളജി, ചിലന്തികൾ, അരാക്നോളജി, ശുദ്ധജലം, ലിംനോളജി, തടാകം, ലിംനോളജി, നായ, സൈനോളജി, കുതിര, ഹിപ്പോളജി. വൃക്ഷങ്ങൾ: ഡെൻഡ്രോളജി, പൂക്കൾ, ആന്തോളജി, തിമിംഗലം, സീറ്റോളജി, പക്ഷിക്കൂടുകൾ, കാലിയോളജി, മുട്ടകൾ, ഊവോളജി, കോശങ്ങൾ, സൈറ്റോളജി, പുല്ല്, അഗ്രസ്റ്റോളജി, പല്ല്, ഓഡന്റോളജി. അപ്പോൾ വൃക്ഷങ്ങൾ: ഡെൻഡ്രോളജി, പൂക്കൾ, ആന്തോളജി, തിമിംഗലം, സീറ്റോളജി, പക്ഷിക്കൂടുകൾ, കാലിയോളജി, മുട്ടകൾ, ഊവോളജി, കോശങ്ങൾ, സൈറ്റോളജി,
പുല്ല് അഗ്രസ്റ്റോളജി, പല്ല് ഓഡന്റോളജി. പോഷണം ട്രോഫോളജി, ശിലകൾ ലിത്തോളജി, കണ്ണ് ഒഫ്താൽമോളജി, മണ്ണ് പെഡോളജി, പഴങ്ങൾ പോമോളജി, ധാന്യങ്ങൾ അഗ്രോണമി, ഹൃദയം കാർഡിയോളജി, കരൾ ഹെപ്പറ്റോളജി. പോഷണം ട്രോഫോളജി, ശിലകൾ ലിത്തോളജി, കണ്ണ് ഒഫ്താൽമോളജി, മണ്ണ് പെഡോളജി, പഴങ്ങൾ പോമോളജി, ധാന്യങ്ങൾ അഗ്രോണമി, ഹൃദയം കാർഡിയോളജി, കരൾ ഹെപ്പറ്റോളജി. തലച്ചോറ് ഫ്രീനോളജി, വൃക്ക നെഫ്രോളജി, ചെവി ഓട്ടോളജി, മൂക്ക് റിനോളജി, ത്വക്ക് ഡെർമറ്റോളജി, അസ്ഥി ഓസ്റ്റിയോളജി, നാഡികൾ ന്യൂറോളജി, കലകൾ ഹിസ്റ്റോളജി. തലച്ചോറ് ഫ്രീനോളജി, വൃക്ക നെഫ്രോളജി, ചെവി ഓട്ടോളജി, മൂക്ക് റിനോളജി, ത്വക്ക് ഡെർമറ്റോളജി, അസ്ഥി ഓസ്റ്റിയോളജി, നാഡികൾ ന്യൂറോളജി, കലകൾ ഹിസ്റ്റോളജി. രോഗങ്ങൾ പാത്തോളജി, രക്തം ഹെമറ്റോളജി, പേശി മയോളജി, മുടി ട്രൈക്കോളജി, കാറ്റ് അനിമോളജി, സൂക്ഷ്മജീവികൾ മൈക്രോബയോളജി, ഭൂമിക്ക് പുറത്തുള്ള ജീവി വിഭാഗം എക്സോബയോളജി. രോഗങ്ങൾ പാത്തോളജി, രക്തം ഹെമറ്റോളജി, പേശി മയോളജി, മുടി ട്രൈക്കോളജി, കാറ്റ് അനിമോളജി, സൂക്ഷ്മജീവികൾ മൈക്രോബയോളജി, ഭൂമിക്ക് പുറത്തുള്ള ജീവി വിഭാഗം എക്സോബയോളജി. അടുത്ത ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. ഓപ്ഷൻസ്: മംഗളവനം, സൈലന്റ് വാലി, ഇരവികുളം, നെയ്യാർ. ആൻസർ ഓപ്ഷൻ ബി, സൈലന്റ് വാലി. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലി. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അപ്പോൾ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലി. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. ശാസ്ത്രീയ നാമം: സിംഹവാലൻ കുരങ്ങ്, മക്കാക്ക സിലാനസ്, വെടിപ്ലാവ് കുല്ലിനിയ എക്സാറിലാറ്റ. ഇനി നമ്മൾ നോക്കിയത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കിയത്. താങ്ക് യു.